വരുണന്റെ പിടിയിൽ നിന്ന് നന്ദ മഹാരാജനെ മോചിപ്പിക്കുന്നു. അമാവാസി ദിനത്തിലാണ് ഗോവർദ്ധന പൂജ ചടങ്ങ് നടന്നത്. ഇതിനുശേഷം ഇന്ദ്രരാജാവ് 7 ദിവസം മഴയും ആലിപ്പഴ വർഷവും ഏർപ്പെടുത്തി. ചന്ദ്രൻ ഉദിച്ചുയരുന്നതിന്റെ 9 ദിവസം 10ാം ദിവസം ഇന്ദ്രൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചു. അങ്ങനെ കാര്യം തൃപ്തികരമായി പരിഹരിച്ചു. ഇതിനുശേഷം പൂർണ്ണചന്ദ്രന്റെ 11ാം ദിവസം ഏകാദശിയിൽ മഹാരാജ നന്ദൻ ദിവസം മുഴുവൻ ഉപവസിച്ചു. പിറ്റേന്ന് ദ്വാദശിയിൽ അദ്ദേഹം യമുന നദിയിൽ കുളിക്കാൻ പോയി. അദ്ദേഹം നദിയിലെ വെള്ളത്തിൽ ആഴത്തിലിറങ്ങി. പക്ഷേ വരുണദേവന്റെ സേവകരിൽ ഒരാൾ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ സേവകൻ നന്ദ മഹാരാജനെ ദേവനായ വരുണന്റെ മുമ്പാകെ കൊണ്ടുവന്ന് തെറ്റായ സമയത്ത് നദിയിൽ കുളിച്ചതായി ആരോപിച്ചു. ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളനുസരിച്ച് അദ്ദേഹം കുളിച്ച സമയം അസുരത്വമുള്ളതായി കണക്കാക്കപ്പെട്ടു. സൂര്യോദയത്തിനു മുമ്പ് അതിരാവിലെ യമുന നദിയിൽ കുളിക്കാൻ നന്ദ മഹാരാജാവ് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ എങ്ങനെയോ അയാൾ അല്പം നേരത്തെയായിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു ദുഷ്കരമായ സമയത്ത് കുളിച്ചു. തൽഫലമായി അദ്ദേഹം അറസ്റ്റിലായി. വരുണന്റെ ഭൃത്യന്മാരിൽ ഒരാൾ നന്ദ മഹാരാജനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ നന്ദന്റെ കൂട്ടാളികൾ കൃഷ്ണനെയും ബലരാമനെയും വിളിച്ചു പറയാൻ തുടങ്ങി. ഉടൻ തന്നെ കൃഷ്ണനും ബലരാമനും നന്ദ മഹാരാജനെ വരുണന്റെ ഒരു ഭക്തൻ പിടിച്ചുകൊണ്ടുപോയതായി മനസ്സിലായി. അങ്ങനെ അവർ വരുണന്റെ വാസസ്ഥലത്തേക്ക് പോയി. കാരണം വൃന്ദാവന നിവാസികളായ എല്ലാവരും ഭഗവാന്റെ അചഞ്ചല ഭക്തർക്ക് സംരക്ഷണം നൽകുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. പരമദിവ്യോത്തമ വ്യക്തിത്വത്തെ കൂടാതെ മറ്റൊരു അവയവമില്ലാത്ത ഭക്തർ സ്വാഭാവികമായും സഹായത്തിനായി അവനോട് നിലവിളിക്കുന്നു, മാതാപിതാക്കളുടെ സംരക്ഷണം മാത്രം അറിയാത്ത കുട്ടികളെപ്പോലെ. ദേവനായ വരുണൻ ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും വളരെ ആദരവോടെ സ്വീകരിച്ചു പറഞ്ഞു, ഈ നിമിഷം അങ്ങയുടെ സാന്നിധ്യം നിമിത്തം ദേവനായ വരുണനെന്ന നിലയിൽ എന്റെ ജീവിതം വിജയിച്ചിരിക്കുന്നു. വെള്ളത്തിലുള്ള എല്ലാ നിധികളുടെയും ഉടമ ഞാനാണെങ്കിലും അത്തരം സമ്പത്തുകൾ വിജയകരമായ ഒരു ജീവിതത്തിന് കാരണമാകില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ നിമിഷം അങ്ങയെ നോക്കുമ്പോൾ എന്റെ ജീവിതം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. കാരണം അങ്ങയെ കാണുന്നതിലൂടെ എനിക്ക് ഇനി ഒരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടതില്ല. അതിനാൽ പരമദിവ്യോത്തമ വ്യക്തിത്വവും പരമബ്രഹ്മണനും എല്ലാറ്റിന്റെയും പരമാത്മാവുമായ അങ്ങയ്ക്ക് എന്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. അങ്ങ് പരമമായ അതീന്ദ്രിയ വ്യക്തിത്വമാണ്. ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം അങ്ങയിൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയില്ല. എന്തു ചെയ്യണമെന്നോ എന്തു ചെയ്യരുതെന്നോ അറിയാതെ എന്റെ വിഡ്ഢി നിങ്ങളുടെ പിതാവായ നന്ദ മഹാരാജാവിനെ തെറ്റായി അറസ്റ്റ് ചെയ്തതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു. അതിനാൽ എന്റെ ദാസന്റെ തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിന്റെ സ്വന്തം സാന്നിധ്യത്താൽ എനിക്ക് കരുണ ലഭിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണ, ഗോവിന്ദ, എന്നിൽ കരുണയുണ്ടാകണമേ. ഇതാ നിന്റെ അച്ഛൻ. നിനക്കവനെ ഉടൻ തിരികെ കൊണ്ടുപോകാം. ഈ വിധത്തിൽ പരമദിവ്യോത്തമപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ തന്റെ പിതാവിനെ രക്ഷപ്പെടുത്തി സുഹൃത്തുക്കളുടെ മുമ്പാകെ ഹാജരാക്കി. അവരെ വളരെയധികം ആഹ്ലാദഭരിതരാക്കി. ദേവൻ ഇത്ര സമ്പന്നനായിരുന്നിട്ടും കൃഷ്ണനോട് ഇത്രയധികം ആദരവ് കാണിച്ചതിൽ നന്ദ മഹാരാജൻ അത്ഭുതപ്പെട്ടു. അത് നന്ദനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും സംഭവം അത്ഭുതത്തോടെ വിവരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ കൃഷ്ണൻ ഇത്ര അത്ഭുതകരമായി പ്രവർത്തിച്ചിരുന്നെങ്കിലും മഹാരാജ നന്ദനും അമ്മ യശോദയ്ക്കും അദ്ദേഹത്തെ പരമദിവ്യോത്തമ വ്യക്തിത്വമായി സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. പകരം അവർ എപ്പോഴും അദ്ദേഹത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയായി സ്വീകരിച്ചു. അങ്ങനെ വരുണൻ കൃഷ്ണനെ ആരാധിച്ചിരുന്നത് പരമദിവ്യോത്തമ വ്യക്തിത്വമായതുകൊണ്ടാണെന്ന് നന്ദ മഹാരാജൻ അംഗീകരിച്ചില്ല. മറിച്ച് കൃഷ്ണൻ വളരെ അത്ഭുതകരമായ ഒരു കുട്ടിയായതിനാൽ വരുണനും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നുവെന്ന് അദ്ദേഹം കരുതി. നന്ദ മഹാരാജന്റെ സുഹൃത്തുക്കൾ, എല്ലാ ഗോപാലകർ, കൃഷ്ണൻ യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ വ്യക്തിത്വമാണോ എന്നും അവൻ അവർക്കെല്ലാവർക്കും മോക്ഷം നൽകുമോ എന്നും അറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം ആലോചിച്ചപ്പോൾ കൃഷ്ണൻ അവരുടെ മനസ്സ് മനസ്സിലാക്കി. ആത്മീയ രാജ്യത്തിലെ അവരുടെ വിധി ഉറപ്പാക്കാൻ അവൻ അവർക്ക് ആത്മീയ ആകാശം കാണിച്ചുകൊടുത്തു. സാധാരണയായി സാധാരണ മനുഷ്യർ ഭൗതിക ലോകത്ത് കഠിനാധ്വാനം ചെയ്യുന്നതിൽ മാത്രം മുഴുകിയിരിക്കുന്നവരാണ്. അവർക്ക് മറ്റൊരു രാജ്യമോ മറ്റൊരു ആകാശമോ ഉണ്ടെന്ന് അറിയില്ല. അത് ആത്മീയ ആകാശമെന്നറിയപ്പെടുന്നു. അവിടെ ജീവിതം ശാശ്വതവും ആനന്ദപൂർണവും അറിവ് നിറഞ്ഞതുമാണ്. ഭഗവദ്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ആ ആത്മീയ ആകാശത്തേക്ക് മടങ്ങുന്ന ഒരാൾ ഒരിക്കലും മരണത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഈ ഭൗതിക ലോകത്തേക്ക് മടങ്ങുന്നില്ല. പരമദിവ്യോത്തമപുരുഷനായ കൃഷ്ണൻ ഈ ഭൗതികാകാശത്തിനപ്പുറം ഭൗതികശക്തിക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട എണ്ണമറ്റ പ്രപഞ്ചങ്ങൾക്ക് അതീതമായ ഒരു ആത്മീയ ആകാശമുണ്ടെന്ന് ബദ്ധനായ ആത്മാവിന് അറിയിക്കാൻ എപ്പോഴും ഉത്സുകനാണ്. തീർച്ചയായും എല്ലാ ബദ്ധാത്മാക്കളോടും കൃഷ്ണൻ എപ്പോഴും വളരെ ദയാലുവാണ്. എന്നാൽ ഭഗവദ്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ അവൻ ശുദ്ധഭക്തരോട് പ്രത്യേകിച്ച് ചായ്വുള്ളവനാണ്. അവരുടെ അന്വേഷണങ്ങൾ കേട്ടപ്പോൾ വൃന്ദാവനത്തിലെ തന്റെ ഭക്തർക്ക് ആത്മീയാകാശത്തെയും അതിലെ വൈകുണ്ഠഗ്രഹങ്ങളെയും കുറിച്ച് അറിവ് നൽകണമെന്ന് കൃഷ്ണൻ ഉടനെ കരുതി. ഭൗതിക ലോകത്തിനുള്ളിൽ എല്ലാ ബദ്ധാത്മാക്കളും അജ്ഞതയുടെ അന്ധകാരത്തിലാണ്. ഇതിനർത്ഥം എല്ലാ ബദ്ധാത്മാക്കളും ശാരീരിക അസ്തിത്വ സങ്കല്പത്തിലാണ് എന്നാണ്. എല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ളവരാണെന്ന ധാരണയിലാണ്. ഈ ജീവിത സങ്കല്പത്തോടെ എല്ലാവരും ജീവിതത്തിന്റെ വിവിധ രൂപങ്ങളിൽ അജ്ഞതയിൽ പ്രവർത്തിക്കുന്നു. ഒരു പ്രത്യേകതരം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കർമ്മം അല്ലെങ്കിൽ ഫലോദ്ദേശ്യ കർമ്മം എന്ന് വിളിക്കുന്നു. എല്ലാ ബദ്ധ ആത്മാക്കളും
ശാരീരിക സങ്കല്പത്തിന്റെ പ്രതീതിയിൽപ്പെടുന്നതിലൂടെ അവരവരുടെ പ്രത്യേക തരം ശരീരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ അവരുടെ ഭാവി ബദ്ധജീവിതം സൃഷ്ടിക്കുന്നു. ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള വളരെ കുറച്ചു വിവരങ്ങൾ മാത്രമേ അവർക്കുള്ളൂ എന്നതിനാൽ അവർ പൊതുവെ ഭക്തിയോഗ എന്നറിയപ്പെടുന്ന ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഭക്തിയോഗം വിജയകരമായി പരിശീലിക്കുന്നവർ ഈ ശരീരം ഉപേക്ഷിച്ച് നേരിട്ട് ആത്മീയ ലോകത്തേക്ക് പോകുന്നു. അവിടെ അവർ വൈകുണ്ഠ ഗ്രഹങ്ങളിലൊന്നിൽ സ്ഥിതി ചെയ്യുന്നു. വൃന്ദാവന നിവാസികളെല്ലാം ശുദ്ധഭക്തരാണ്. ശരീരം ഉപേക്ഷിച്ചതിനുശേഷം അവരുടെ ലക്ഷ്യം കൃഷ്ണലോകമാണ്. അവർ വൈകുണ്ഠ ലോകങ്ങളെപ്പോലും മറികടക്കുന്നു. കൃഷ്ണാവബോധത്തിലും പക്വവും ശുദ്ധവുമായ ഭക്തിസേവനത്തിലും എപ്പോഴും മുഴുകിയിരിക്കുന്നവർക്ക് മരണശേഷം ഭൗതിക ലോകത്തിനുള്ളിലെ ഒരു പ്രപഞ്ചത്തിൽ കൃഷ്ണന്റെ ബന്ധം നേടാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ് വസ്തുത. കൃഷ്ണന്റെ ലീലകൾ ഈ പ്രപഞ്ചത്തിലോ മറ്റൊരു പ്രപഞ്ചത്തിലോ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ ഗ്രഹത്തിലൂടെ സൂര്യഗോളം പല സ്ഥലങ്ങളിലൂടെയും കടന്നുപോകുന്നതുപോലെ കൃഷ്ണലീല അഥവാ കൃഷ്ണന്റെ അതീന്ദ്രിയ ആഗമനവും ലീലയും ഈ പ്രപഞ്ചത്തിലോ മറ്റൊരു പ്രപഞ്ചത്തിലോ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണബോധം പൂർണ്ണമായും നടപ്പിലാക്കിയ പക്വതയുള്ള ഭക്തർ ഉടൻ തന്നെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്ന പ്രപഞ്ചത്തിലേക്ക് മാറ്റപ്പെടുന്നു. ആ പ്രപഞ്ചത്തിൽ ഭക്തർക്ക് കൃഷ്ണനുമായി നേരിട്ടും സഹവസിക്കാനുള്ള ആദ്യ അവസരം ലഭിക്കുന്നു. ഈ ഗ്രഹത്തിനുള്ളിൽ കൃഷ്ണന്റെ വൃന്ദാവന ലീലയിൽ കാണുന്നതുപോലെ പരിശീലനം തുടരുന്നു. അതിനാൽ വൃന്ദാവന നിവാസികൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനം അറിയാൻ കഴിയുന്ന തരത്തിൽ വൈകുണ്ഠ ഗ്രഹങ്ങളുടെ യഥാർത്ഥ സവിശേഷതകൾ കൃഷ്ണൻ വെളിപ്പെടുത്തി. അങ്ങനെ കൃഷ്ണൻ അവർക്ക് അനന്തവും അറിവ് നിറഞ്ഞതുമായ നിത്യവും നിലനിൽക്കുന്നതുമായ ആത്മീയ ആകാശം കാണിച്ചുകൊടുത്തു. ഈ ഭൗതിക ലോകത്തിനുള്ളിൽ വ്യത്യസ്ത തരം രൂപങ്ങളുണ്ട്. നിലവാരമനുസരിച്ച് അറിവ് ആനുപാതികമായി പ്രകടമാകുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടിയുടെ ശരീരത്തിലെ അറിവ് ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിലെ അറിവ് പോലെ പൂർണ്ണമല്ല. എല്ലായിടത്തും വ്യത്യസ്ത തരം ജീവജാലങ്ങളുണ്ട്. ജലജീവികളിലും സസ്യങ്ങളിലും മരങ്ങളിലും ഉരഗങ്ങളിലും പ്രാണികളിലും പക്ഷികളിലും മൃഗങ്ങളിലും പരിഷ്കൃതവും അപരിഷ്കൃതവുമായ മനുഷ്യരൂപങ്ങളിൽ. മനുഷ്യജീവിതത്തിനു മുകളിൽ ബ്രഹ്മാവ് വസിക്കുന്ന ബ്രഹ്മലോകം വരെ ദേവന്മാരും ചാരന്മാരും സിദ്ധന്മാരും ഉണ്ട്. ഈ ദേവന്മാരിൽ എല്ലായ്പ്പോഴും വ്യത്യസ്ത തരം അറിവുകളുണ്ട്. എന്നാൽ ഈ ഭൗതിക ലോകത്തിനപ്പുറം ആത്മീയ ആകാശത്ത് എല്ലാവരും പൂർണ്ണമായ ജ്ഞാനത്തിലാണ്. അതിനാൽ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും വൈകുണ്ഠ ഗ്രഹങ്ങളിലോ കൃഷ്ണലോകത്തിലോ ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്നവരാണ്. ഭഗവദ്ഗീതയിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നതുപോലെ പൂർണ്ണജ്ഞാനം എന്നാൽ കൃഷ്ണന് പരമദിവ്യോത്തമ പുരുഷനായി അറിയുക എന്നാണ്. വേദങ്ങളിലും ഭഗവദ്ഗീതയിലും ബ്രഹ്മജ്യോതിർ അഥവാ ആത്മീയ ആകാശത്തിൽ സൂര്യപ്രകാശത്തിന്റെയോ ചന്ദ്രപ്രകാശത്തിന്റെയോ വൈദ്യുതിയുടെയോ ആവശ്യമില്ലെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നവയാണ്. അവയെല്ലാം ശാശ്വതമായി സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മജ്യോതിർ അഥവാ ആത്മീയ ആകാശത്തിൽ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും പ്രശ്നമില്ല. ഭൗതിക ആകാശത്തിനപ്പുറം എല്ലാം ശാശ്വതമായി നിലനിൽക്കുന്ന മറ്റൊരു ശാശ്വതമായ ആത്മീയ ആകാശമുണ്ടെന്ന് ഭഗവദ്ഗീത സ്ഥിരീകരിക്കുന്നു. ഭക്തിസേവനത്തിൽ അല്ലെങ്കിൽ കൃഷ്ണബോധത്തിൽ ഏർപ്പെടുന്നതിലൂടെ പ്രകൃതിയുടെ 3 ഭൗതിക ഗുണങ്ങളുടെ സ്വാധീനത്തെ ഇതിനകം മറികടന്ന മഹാനായ ഋഷിമാർക്കും സന്യാസിമാർക്കും മാത്രമേ ആത്മീയ ആകാശത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള അറിവ് നേടാൻ കഴിയൂ. ആ അതീന്ദ്രിയ വേദിയിൽ നിരന്തരം സ്ഥിതി ചെയ്യുന്നില്ലെങ്കിൽ ആത്മീയ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭക്തിയോഗത്തിൽ ഏർപ്പെടുകയും 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിൽ മുഴുകുകയും ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു. അത് ഒരാളെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാക്കുന്നു. കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് ആത്മീയ ആകാശത്തിന്റെയും വൈകുണ്ഠലോകത്തിന്റെയും സ്വഭാവം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന വൃന്ദാവന നിവാസികൾക്ക് വൈകുണ്ഠലോകങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കൃഷ്ണൻ നന്ദ മഹാരാജന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഗോപാലകരെയും തടാകത്തിലേക്ക് നയിച്ചു. അവിടെ അക്രൂരന് പിന്നീട് വൈകുണ്ഠ ഗ്രഹവ്യവസ്ഥ കാണിച്ചുകൊടുക്കും. അവർ ഉടനെ കുളിച്ചു വൈകുണ്ഠ ലോകങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടു. ആത്മീയ ആകാശവും വൈകുണ്ഠ ലോകങ്ങളും കണ്ടതിനുശേഷം നന്ദ മഹാരാജന്റെ നേതൃത്വത്തിലുള്ള എല്ലാ പുരുഷന്മാരും അത്ഭുതകരമായി ആനന്ദഭരിതരായി. തടാകത്തിൽ നിന്ന് പുറത്തുവന്നപ്പോൾ അവർ കൃഷ്ണനെ കണ്ടു. അദ്ദേഹത്തെ മികച്ച പ്രാർത്ഥനകളാൽ ആരാധിക്കപ്പെടുന്നു.